ഒക്ടോബർ 7-ന് ആരംഭിച്ച ഭീതിസ്വപ്നങ്ങളിൽ തെല്ല് അയവു വരുത്തി ഹമാസ് ഭീകരർ ബന്ദികളാക്കിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന 13 പേരുടെ സംഘം സ്വദേശത്തേക്ക്. തായ്ലൻഡിൽ നിന്നുള്ള 12 പേരടക്കം 25 പേരെയാണ് ആദ്യഘട്ടത്തിൽ ഹമാസ് ഭീകരർ മോചിപ്പിച്ചത്. തായ് പൗരന്മാരെ മോചിപ്പിച്ച വിവരം തായ്ലൻഡ് പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചു. തായ്ലൻഡിൽ നിന്നുള്ളവരെ മോചിപ്പിക്കുന്നത് കരാറിന്റെ ഭാഗമായല്ല. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ പ്രാബല്യത്തിൽ വന്ന 4 ദിന താൽക്കാലിക യുദ്ധവിരാമ കരാറിന്റെ ഭാഗമായിട്ടാണ് ബന്ദികളെ ഹമാസ് ഭീകരർ ഇസ്രായേലിന് വിട്ടുനൽകിയത്. താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായി ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈനിക ടാങ്കുകളും വാഹനങ്ങളും മടങ്ങിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ ശേഷം 49 ദിവസം നീണ്ട സംഘർഷങ്ങളിൽ ആദ്യമായാണ് താൽക്കാലിക ശമനം വരുന്നത്. താൽക്കാലിക വെടിനിർത്തൽ ആരംഭിച്ചെങ്കിലും യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇരുപക്ഷവും വ്യക്തമാക്കി. ഗാസയിൽ നിന്ന് മോചിതരായ ആദ്യത്തെ ഇസ്രായേലി സ്ത്രീകളെയും കുട്ടികളെയും സൈനിക അകമ്പടിയോടെയാണ് വീടുകളിൽ എത്തിച്ചത്. ബന്ദികളെ വീടുകളിൽ എത്തിക്കുന്നതിന് മുന്നോടിയായി ടെൽ അവീവിലെ ആശുപത്രികളിൽ ബന്ദികളെ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും പ്രാഥമിക ചികിത്സകൾ നൽകുകയും ചെയ്യും. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും മെഡിക്കൽ ആവശ്യങ്ങൾക്കുമായുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ ബന്ദികളെ സ്വീകരിക്കാൻ തയ്യാറാക്കിയ പാവകളുടെ ചിത്രങ്ങൾ, വർണ്ണാഭമായ ത്രോ റഗ്ഗുകൾ, വ്യക്തിഗത ശുചിത്വ കിറ്റുകൾ എന്നിവയുടെ ചിത്രങ്ങൾ ഇസ്രായേലിന്റെ വ്യോമസേന പ്രസിദ്ധീകരിച്ചിരുന്നു. ബന്ദികളുടെ മോചനത്തിനു പകരമായി ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന 39 പാലസ്തീനികളെ ഇസ്രായേൽ മോചിപ്പിച്ചു. ബന്ദികളുടെ സ്വകാര്യതയെ മാനിക്കാൻ പൊതുജനങ്ങളോട് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്.